ബദറുൽ മുനീറിൻ്റെ ചേലില് ബദറോളിയൊത്തവനാണവൻ. ബദരീങ്ങളെ പെറ്റ നാട്ടില് ബദറലയും നീന്തിപ്പോയവൻ. ലൈല മജ്നൂവിൻ നാട്ടില് മൈലാഞ്ചി പൂവിട്ട കാട്ടില് ബൈത്തുകൾ മൂളുന്ന ആറ്റലേ കണ്ടുവോ നീ ആ മാരനെ? ഹലോ, എല്ലാവർക്കും റംദാൻ കരീം. അപ്പം ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് തുറക്കുണ്ടായിരുന്നത് ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ. അങ്ങനെ കാരണം ദോശക്കാട്ടി വെച്ചതാണ്. അപ്പം മക്കൾ പറഞ്ഞു ഇഡ്ഡലി മതി. ഇഡ്ഡലി സാമ്പാർ നമ്മളെ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡ്ഡലി സാമ്പാറുമാണ് ആക്കിയത്. നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ്, അതായത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഈ ചെറിയ ജീരകവും പിന്നെ ഉലുവ വറുത്ത് പൊടിച്ച് ഒരല്പം ലാസ്റ്റ് ഇറക്കാൻ സമയം ഒന്ന് അത് ആ പൊടിയും കൂടെ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം നല്ല മണവും നമ്മൾ സാമ്പാർ വെക്കുന്നതിന് രുചിയും കൂടും. പിന്നെ പച്ചമുളക് നെട്ടെറുത്ത് ടിന്നിൽ സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ നമുക്കത് കേടുവരാതെ സൂക്ഷിക്കാൻ കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇഡലിക്കൊക്കെ മാവാട്ടി വെക്കും. മാവാട്ടി വെക്കുന്ന സമയത്ത് തലേ ദിവസം ഈ കറിവേപ്പിലല്ലേ, കറിവേപ്പില നമ്മൾ അതിൽ കുറച്ച് നുള്ളി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ ദോശയ്ക്കായാലും ഇഡലിക്കായാലും ആ മാവ് എടുത്ത് കഴിയുമ്പോൾ നല്ല ഒരു മണമാണ്. അതായത് ഇഡലി ആയാലും ദോശ ആയാലും നമ്മളത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു മണം നന്നായിട്ട് നമ്മൾ എടുക്കും കേട്ടോ. കാരണം അത്ര നല്ല ഒരു ടേസ്റ്റിയുമാണ്, നല്ല മണവുമാണ്. അതുകൊണ്ട് കഴിവതും നമ്മൾ ഇഡലിയും അങ്ങനെ അത് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നല്ല മണമായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, കാരണം ഈ നമുക്ക് ഇത്ര കുറച്ച് തന്നെ ഇഡലി മതി കേട്ടോ. കാരണം നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല സ്മൂത്തായിട്ടുള്ള ഇഡലിയാണ്. ഞാനിവിടെ ഇഡലിക്ക് ആട്ടുമ്പോൾ ഉപയോഗിക്കുന്നത് ഡൊപ്പി അരിയും ഉഴുന്നും പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ഡൊപ്പിയരിയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇഡലിയും ദോശയൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. പിന്നുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ മലക്കറി വാങ്ങിക്കുന്ന കൂട്ടത്തിൽ കിടക്കുന്ന ക്യാരറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചൊരു നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ജ്യൂസിന് വേണ്ടത് പിന്നെ ക്യാരറ്റ് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ജ്യൂസ് മിക്സിയിലോട്ട് ഇട്ടതിന് ശേഷം അതിൽ കുറച്ച് തേങ്ങയും ഒരു 3-4 ഏലക്കയും പാകത്തിന് പഞ്ചസാരയും. അത് ഒത്തിരി മധുരം വേണം കേട്ടോ. മധുരവും വേണം. നല്ല തണുപ്പിൽ കുടിക്കാനാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു ജ്യൂസ്. അപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുമാത്രമല്ല, തരിയില്ലാണ്ട് അരിച്ചെടുക്കുക വേണം നല്ല വൃത്തിയാണ്. കാരണം ഈ നമ്മൾ ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ അരിച്ചെടുക്കുന്ന സമയത്ത് ഈ ചെറിയ തരി ഉണ്ടാകും. അത് ചിലപ്പോൾ തൊണ്ടയിൽ ഇങ്ങനെ കുത്തും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 1-2 വട്ടം ഒന്ന് അരിച്ചെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഡ്രിങ്കാണ്, നല്ല ടേസ്റ്റുമാണ്. തേങ്ങയൊക്കെ ഇട്ട് അടിക്കുന്നത് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഞങ്ങൾ നോമ്പ് തുറന്നു ഇഡ്ഡലി സാമ്പാർ ഇട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ബൈ ബൈ.